ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സ്വസ്ഥത ഉണ്ടാകും. ഒരിക്കൽ എന്നോടൊരു സഹോദരി ഇങ്ങനെ ചോദിച്ചു, ബാംഗ്ലൂരിൽ, പാസ്റ്റർ എപ്പോൾ നോക്കിയാലും വളരെ ചിരിയോടും സന്തോഷത്തോടും വളരെ സമാധാനമായിരിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, ആന്നു. ആത്മാവിൽ സ്വസ്ഥത, സമാധാനം, തൃപ്തി, അത് അന്യഭാഷയിൽ കൂടി വരുന്നതാകുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ധാരാളം ഉണ്ടായിരുന്നു. അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഞാൻ കുത്തിയിരുന്ന് അന്യഭാഷയിൽ സംസാരിക്കും. എൻ്റെ ഭാര്യ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രാന്തായി. വർഷങ്ങൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, പണവുമില്ല. എൻ്റെ മൂത്ത മകൻ, അവൾക്ക് പാൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. ചൂടുവെള്ളം അതിൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും ഞാൻ. അവൾക്ക് ആഹാരം കോരി കൊടുക്കണം. ഇങ്ങനെ നിന്നിട്ട് മൂത്രം ഒഴിക്കും, എല്ലാം ചെയ്യും. ഞാൻ അവിടെ വസ്ത്രമൊക്കെ അലക്കണം, ശുശ്രൂഷയും ചെയ്യണം, ചർച്ച എല്ലാം ഉണ്ട്, ബൈബിൾ കോളേജ് ശുശ്രൂഷിക്കണം, എല്ലാം ഉണ്ട്. അന്നും കിട്ടുന്ന സമയമൊക്കെയും ദൈവത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് അന്യഭാഷ സംസാരിക്കും. I know there is a rest. ഒരു സ്വസ്ഥതയുള്ള ജീവിതം ദൈവം വച്ചിരിക്കുന്നു. ഇതല്ല, ഞാൻ അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഞാൻ അതിന് ചെയ്യണം എന്ന് ഞാനതിന് ചെയ്തു. പ്രശ്നമില്ലാതല്ല. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കുറച്ച് വർഷങ്ങളിൽ എൻ്റെ ഭാര്യ നന്നായി. കഴിഞ്ഞ പ്രാവശ്യം അവളിവിടെ വന്നിരുന്നു, മക്കളിവിടെ വന്നിരുന്നു, ഒരു കുഴപ്പമില്ല. അതിനുശേഷം 3 മക്കൾ ജനിച്ചു, 4 കുട്ടികളുണ്ട്, സമാധാനമുള്ള നല്ലൊരു ജീവിതമുണ്ട്. പണക്കഷ്ടം ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ ആരോടും ചോദിക്കാറില്ല. രാവിലെ മീൻ വാങ്ങിക്കുവാൻ 5 രൂപ മതി. ഞങ്ങളുടെ സ്ഥലത്ത് കടൽപ്പുറം അടുത്താണ്, 5 രൂപ ഉണ്ടെങ്കിൽ നല്ല മീൻ വാങ്ങിക്കാം. രാവിലെ 5 രൂപയ്ക്ക് ഞാൻ അങ്ങനെ നോക്കിയിരിക്കും, കർത്താവേ, ചിലപ്പോൾ ഏതെങ്കിലും രോഗികൾ വരും, എനിക്ക് പണം തരേണ്ടതിന്, ദൈവം അങ്ങനെ അയക്കും. അന്നും ഞാൻ 10 മണിക്കൂർ 12 മണിക്കൂർ കുത്തിയിരുന്ന് അങ്ങനെ അന്യഭാഷയിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടി സന്തോഷമായിരിക്കും. എൻ്റെ ഭാര്യയോട് പറയും, ഇന്നുള്ള ജീവിതം നീ നോക്കരുത്, നാളെ ഉള്ളതിനെ നോക്കണം. പ്രത്യാശ. ഇന്ന് ജീവിക്കുന്നത് പോലെ നാളെ നമ്മൾ ജീവിക്കില്ല. നമ്മുടെ ജീവിതം ധന്യമായി തീരും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും. നിനക്ക് ആവശ്യത്തിന് മുകളിൽ ദൈവം എല്ലാം തരും. ചിലപ്പോൾ വഴക്കുണ്ടാവും, ഉള്ളതാ. അപ്പോഴും ഞാൻ അവിടെ റൂമിൽ ചെന്ന് കുത്തിയിരുന്ന് മണിക്കൂർ ഡാൻസ് കഴിക്കും ആത്മാവിൽ. ഐ നോ ദാറ്റ് ഗാഡ് ഈസ് എ ഗുഡ് ഗാഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടെ എൻ്റെ ആത്മാവിലെ സ്വസ്ഥത, സമാധാനം നിറഞ്ഞിരിക്കും. ഞാൻ പറയട്ടെ, എല്ലാ സമയവും നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ കുലുങ്ങിപ്പോകുകയില്ല. അത് ഉണ്ടാകുന്ന എവിടെ നിന്നറിയാമോ? നിങ്ങളുടെ സ്പിരിറ്റിലാകുന്നു, നിങ്ങളുടെ സ്പിരിറ്റിൽ. ഈ റെസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് ഹീബ്രുവിൽ മെനൂക്ക എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. മെനൂക്ക. ഈ മെനൂക്ക എന്ന് പറയുന്ന വേർഡ് നൂഹ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഈ നൂഹിൽ നിന്നാണ് നോഹ എന്നുള്ള വാക്ക് വരുന്നത്. നൂഹ്. ഈ നൂഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വസ്ഥത, റെസ്റ്റ്. ഈ 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്വസ്ഥതയുള്ള, ആ സ്വസ്ഥതയുള്ള എന്ന് പറയുന്ന വാക്കിന് ഹീബ്രു എന്താർത്ഥം എന്ന് അറിയാമോ? അതായത് ഈ ആടുകൾ, ഷീപ്പ് എവിടെ ചെന്ന് വെള്ളം കുടിക്കുന്നു വെച്ചാൽ, വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളം അവർ കുടിക്കില്ല. ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് അവർ പോയാൽ കുടിക്കില്ല. അപ്പം ഇടയൻ അവർ എവിടെ കൊണ്ടുപോകുന്ന അറിയാമോ? എവിടെ വെള്ളം കുലുങ്ങാതെ നിശബ്ദമായിരിക്കുന്നു അവിടെ തന്നെ കൊണ്ടുപോകും. സ്റ്റിൽ വാട്ടേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിൽ വാട്ടേഴ്സ്. ഒരു ചെറിയ കല്ലങ്ങെടുത്തിട്ടാ എല്ലാം ഇങ്ങനെ നോക്കും, വെള്ളം കുടിക്കില്ല. അതാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കുലുക്കം പോലും ഉണ്ടാകാതിരിക്കേണ്ടതാകുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതാകുന്നു ഈ റെസ്റ്റ് എന്ന് കർത്താവ് പറയുന്നു.
ഇതാണ് റെസ്റ്റ്. ആ റെസ്റ്റിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്ക് ഞാൻ വിക്കി വിക്കി പറയുന്ന അതിരങ്ങളെയും അന്യഭാഷയും തരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടും അവരതിനെ കേൾക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. ഇന്ന് വിശ്വാസകോളത്തിൽ വിശ്വാസികൾക്കില്ലാതെ പ്രശ്നമില്ല. ലോകത്തുള്ളവരെക്കാൾ ഇവർക്കാണ് പ്രശ്നം കൂടുതൽ. ഞാൻ അവരോട് പറയും, സഹോദരി, ഉള്ള ഭാഷമാരുടെ അടുക്കലേക്കേയും ചെന്ന് തല കൊടുക്കുന്നതിനേക്കാൾ നീ കുത്തിയിരുന്ന ഒരു 10 മണിക്കൂർ എന്തെങ്കിലും ഈ കാര്യത്തിന് വേണ്ടി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പാസ്റ്ററേ. നിങ്ങൾക്കതാ പ്രശ്നം. ഒരു 7 മണിക്കൂർ എന്തെങ്കിലും ആ കാര്യത്തിന് വേണ്ടി നീ കുത്തിയിരുന്ന് അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ സംസാരിക്കാഞ്ഞേ? അത് പറ്റുന്നില്ല. പറ്റും, കഴിയും, ചെയ്യണം. ദൈവമക്കൾ ചെയ്തു. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് ഉണ്ടാകും. വീട്ടിൽ കുറച്ച് ആഹാര കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നാൽ അതിനെ ശരിക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും അറിയാം, അല്ലേ? ദൈവം ഉണ്ടാക്കിയെല്ലാം, അതിൽ എന്തെല്ലാം വിധത്തിൽ നമ്മളൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ കയ്യിൽ തന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത് പോലെ ചെയ്ത് നല്ലൊരു ജീവിതം ചെയ്യുവാൻ ഒത്തിരി പേർക്ക് മനസ്സില്ല. ആ മനസ്സുണ്ടായാൽ നിങ്ങളെ ദൈവം സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് നടത്തും, സമാധാനമുള്ള ജീവിതത്തിലേക്ക് നടത്തും. ഹല്ലേലൂയ. ഈ മെനുക്ക എന്ന് പറയുന്ന വാക്കിന് പ്രത്യേക അർത്ഥം എന്തെന്നറിയാമോ? എ വിമൻ given to marriage is called menuka. എബ്രായ ഭാഷയിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതത്തിലേക്ക് എന്ന് അറിയപ്പെടുന്ന ഈ വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റൂത്തിന്റെ പുസ്തകത്തിൽ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടാണ് ഒത്തിരി പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇരുന്ന സ്വസ്ഥതയൊക്കെ പോയത് എപ്പോഴാ? വിവാഹത്തിന് ശേഷമാ. പക്ഷെ വചനപ്രകാരം ആര് വിവാഹം കഴിച്ചു കൊടുക്കുന്നോ, വിവാഹം കഴിച്ചു കൊടുക്കുന്ന അവൾ പോകുന്ന വീട് സമാധാനമുള്ള വീടായിരിക്കണം, സ്വസ്ഥത. അവിടെ ചെന്നിട്ട് അവൾക്ക് റെസ്റ്റ് ഉണ്ടാകണം. മാതാപിതാക്കളുടെ വീട്ടിലിരുന്നതിനേക്കാളും റെസ്റ്റ് ഉണ്ടാകേണ്ടതിനാകുന്നു ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്ന് ബൈബിൾ ഹീബ്രു ലാംഗ്വേജിൽ പറയുവാൻ ഈ വാക്ക് മെനുക്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങളെ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തു എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഉണ്ടയില്ലയോ? എന്തിനറിയാമോ? റെസ്റ്റിലേക്ക് കടന്നു പോകുവാൻ. കുഴപ്പത്തിലേക്കല്ല, എന്തിന്? റെസ്റ്റിലേക്ക്, സ്വസ്ഥതയിലേക്ക് കടന്നു പോകുവാൻ. തൻ്റെ ജനം സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിച്ച് ദൈവം കൊടുക്കുന്ന നന്മകളെ അനുഭവിക്കേണ്ടതിന്, കാണുന്നതിന് ദൈവം വളരെ വളരെ ആഗ്രഹത്തോട് കാത്തിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിനി പുതിയ നിയമത്തിൽ എബേസ്യ ലേഖനം 4:10-13 വായിക്കുമ്പോൾ, he descended and ascended above all heavens. സ്വർഗത്തിലേക്ക് മുകളിൽ അവൻ പോയി, അവൻ അവിടെ ഇരുന്ന് വരങ്ങളെ കൊണ്ടുവന്ന് തൻ്റെ സഭയ്ക്ക് അവൻ കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. എന്തിനാകുന്നു? ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് തുല്യമായി മാറേണ്ടതിന്, ക്രിസ്തുവിനെ പോലെ ദൈവജനങ്ങൾ മാറേണ്ടതിന് അവൻ വരങ്ങളെ കൊടുത്തിരിക്കുന്നു. ഞാൻ പറയട്ടെ, വരങ്ങളില്ലാത്ത സഭകൾ യഥാർത്ഥമായ പെർഫെക്ഷനിലേക്ക് കടന്ന് ഒരിക്കലും വരികയില്ല. ഗിഫ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യേശുവിന് അത് ആവശ്യമായിരുന്നു, ശിഷ്യന്മാർക്ക് അത് ആവശ്യമായിരുന്നു, അത് നിങ്ങൾക്കും നമുക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും അത് ആവശ്യമാകുന്നു. ഇങ്ങനെ ദൈവം കൊടുക്കുമ്പോൾ മാർക്ക് 16:17 ഇങ്ങനെ പറയുന്നു, യേശു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, എൻ്റെ നാമത്തിൽ അവർ പുതിയ ഭാഷകളെ സംസാരിക്കും, പുതിയ ഭാഷകളെ സംസാരിക്കും എൻ്റെ നാമത്തിൽ. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2:1-21 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, പെന്തേക്കോസ്തേ ദിവസം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നും പിതാവിൽ നിന്നും ഈ ലോകത്തിലേക്ക് അവിടെ കാത്തിരുന്നവർക്കാக ആയിട്ട് അയച്ചു കൊടുത്തു ദൈവം.
അവിടെ ഇരുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അന്യഭാഷകളെ സംസാരിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം എന്തുണ്ടായി? ഒരു വലിയ ശബ്ദമുണ്ടായി. ആ ശബ്ദമാണ് ആദ്യം റൂമിനെ നിറച്ചത്. അവരിരുന്ന് മുറി മുഴുവനും നിറച്ചത് ആ ശബ്ദമായിരുന്നു. അതിനുശേഷം പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവരുടെ മേൽ വന്നു ഇരുന്നു, അമർന്നു. ഇറ്റ് സെറ്റ് അപ്പോൺ എവരിബഡി എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ശരീരത്തിൽ വന്ന് ഇരുന്നു. അവിടെ വന്ന് ഇരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊടുത്തതനുസരിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി എന്ന് ബൈബിൾ പറയുന്നു. അഭിഷേകം പ്രാപിക്കാത്തവർ മനസ്സിലാക്കണം, ആരാണ് സംസാരിക്കുവാൻ തുടങ്ങിയത്? പരിശുദ്ധാത്മാവല്ല, അവിടെ ഇരുന്നവര്. എങ്ങനെ സംസാരിച്ചു? അക്കോർഡിംഗ് ടു ദ അട്രൻസ് ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ്. സംസാരിക്കണം എന്നുള്ള ആഗ്രഹം അവൻ കൊടുത്തു. അത് അവരുടെ നാവിൽ അങ്ങ് വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ വാതുറന്ന് സംസാരിച്ചു, അന്യഭാഷ ഉണ്ടായി. അപ്പം ആദ്യത്തെ അന്യഭാഷ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ 120 പേരായിരുന്നു. 120 പേരെന്ന് പറയുന്നത് അന്ന് എസ്രായുടെ കാലത്ത്, നെഹേമ്യയുടെ കാലത്ത്, നെഹേമ്യയുടെ പുസ്തകത്തിൽ 120 പേരുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. 120 പേരെ അവര് ഒരു സംഘമായിട്ട് അവരെ ഉരുവാക്കി, ഒരു യൂണിറ്റ് ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ട്. ഈ 120 പേരും റബായിസ് പോലെ അവിടെ ഇരുന്നു ദൈവത്തിന്റെ ജനങ്ങളുടെ കാര്യങ്ങളെ നിർവഹിക്കുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ 120 പേരെ കർത്താവ് അവിടെ മാളിക മുറിയിൽ അഭിഷേകിക്കുന്നത്. അതിൽ മറിയയും ഉണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും കത്തോലിക്കരായിരുന്നാൽ ദയവായി മറിയ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ പ്രാപിക്കുന്നത് നല്ലതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കടൽപ്പുറത്ത് പോയപ്പോൾ അങ്ങനെ നോക്കി എങ്ങനെയാണ് ഇവരോട് സംസാരിക്കാൻ പോകുന്നത്, എന്ത് തുടങ്ങാം? പെട്ടെന്ന് എനിക്ക് മറിയയുടെ സബ്ജക്റ്റ് ഉണ്ടായി. ഞാൻ മറിയയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് മറിയ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, കാണിക്കുമെന്ന് പറഞ്ഞു, ബൈബിൾ അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണം. അപ്പം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, എന്നാൽ നിങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കും. ഓക്കെ, മറിയയ്ക്ക് കിട്ടിയ അഭിഷേകം ഞങ്ങൾക്കും കിട്ടണം, അപ്പം ഞങ്ങൾ സ്വീകരിക്കാം. യേശുവേ, ദൈവത്തിൻ്റെ പുത്രനെ, ഞങ്ങൾ ക്ഷമിക്കണമേ, പാവങ്ങൾ ക്ഷമിക്കണമേ, രക്തം കൊണ്ട് കഴുകണമേ, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. മതി, അത്രയും. കൈവച്ച് പ്രാർത്ഥിക്കുക, അഭിഷേകം പ്രാപിക്കുക. അഭിഷേകം അകത്ത് വരുമ്പോൾ തന്നെ കണ്ണ് തുറക്കും. ഹല്ലേലൂയ. നേരിട്ട് അവരോട് കാര്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാകില്ല, അടി തരും. പക്ഷെ ആ കൂട്ടത്തിൽ മറിയയും ഉണ്ടായിരുന്നു. ഹീബ്രുവിൽ മിറിയാം, മറിയ അല്ല, മിറിയാം ഉണ്ടായിരുന്നു. അവൾക്കും അഭിഷേകം പ്രാപിച്ചു. അന്ന് അവരെങ്ങനെ അഭിഷേകം പ്രാപിച്ചെന്ന് അറിയാമോ? എല്ലാവരും കാത്തിരുന്നു, 120 പേര്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നിറങ്ങി. അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു. അതിനെ മറ്റവർ കണ്ടപ്പോൾ ഇവരൊക്കെയും വീഞ്ഞു കുടിച്ച് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഞ്ഞു കുടിച്ചതുപോലെ തോന്നോ? മദ്യപിച്ചു വന്നതുപോലെ തോന്നോ? ഇല്ല. മദ്യപിച്ച് വന്നിരിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ ഞാൻ എങ്ങനെ പ്രസംഗം അറിയാമോ? ഇങ്ങനെയൊക്കെ കറങ്ങി അങ്ങനെ നാവൊക്കെ കുഴഞ്ഞു ഇങ്ങനെയൊക്കെ നിന്ന് ആടി സംസാരിച്ചാൽ നിങ്ങൾ മനസ്സിലാവും പുള്ളിക്കെന്തോ കുഴപ്പമുണ്ട്, രാവിലെ എന്തോ സ്കട്ട് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് അവിടെ വന്ന് നിന്നവർക്കൊക്കെ കണ്ടപ്പോൾ ഇവർ വീഞ്ഞു കുടിച്ച് നിറഞ്ഞിരിക്കുന്നു. വീഞ്ഞു കുടിച്ച് നിറഞ്ഞ അവൻ എന്തുണ്ടാകുന്നറിയാം? ആദ്യം പാട്ട് വരും. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ, സ്കഡ് അടിച്ചു പോകുന്നവൻ റബ്ബറടയിൽ കൂടിയോ തെങ്ങടയിൽ കൂടിയോ പോയാൽ അവന് പാട്ടങ്ങ് ഭയങ്കരമായിട്ട് വരും. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സഹോദരനുണ്ട്. അവൻ വൈകുന്നേരം ഫുള്ളായിട്ട് വീഞ്ഞ് അടിച്ചിട്ട് അങ്ങ് വരും. വരുമ്പോൾ അവൻ പാടുന്ന പാട്ടെന്നറിയാമോ? ഒരു പാട്ട് ഇങ്ങനെ തമിഴിലുണ്ട്, ആയുഷ്കാലമൊക്കെയും ഞാൻ കർത്താവിനായി ആത്മാദായം ചെയ്യുന്ന, ജീവിതകാലം മുഴുവനും ആത്മാക്കളെ ഞാൻ കർത്താവിന് ആദായം ചെയ്യും. ഈ പാട്ട് പാടിക്കൊണ്ടാവും, ഡെയിലി ഈ പാട്ട് അവനുള്ളത്. വീഞ്ഞു കുടിക്കുമ്പോൾ പാട്ടങ്ങ് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ചിരി വരും. നിങ്ങൾ പണ്ട് അങ്ങനെ അടിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ കുറച്ചൊക്കെ അകത്ത് അടിച്ചിട്ട് ഇരുന്ന് 3-4 ചെന്ന് ചിരിയായിരിക്കും. എന്തിനാ ചിരിക്കുന്ന ആർക്കറിയില്ല. ചിരിച്ച് അങ്ങ് ചിരിഞ്ഞുകൊണ്ടിരിക്കും.
അപ്പൊ ഇവരൊക്കെയും 120 പേര് വീഞ്ഞങ്ങ് കുടിച്ച്, അവിടെ എഴുതിയിരിക്കും ന്യൂ വൈൻ, ഗ്രീക്കില് ഗ്ലൂക്കോസ് എന്ന വേടാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്ലൂക്കോസ്. ഈ പുതിയ ഗ്ലൂക്കോസ് അടിച്ചിട്ട് അവരൊക്കെ അവിടെ കിടന്ന് ആടുകയും മറിയുകയും എന്തൊക്കെയോ സംസാരിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ചിരിക്കുകയും എല്ലാം ചെയ്തപ്പം അവർ കണ്ടു ഇവന്മാര് ശരിക്ക് രാവിലെ 9 മണിക്ക് വീഞ്ഞു കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ആമ്പിള്ളേർ മാത്രമല്ല പെമ്പിള്ളാരുമുണ്ട്. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് ഈ ന്യൂസ് അങ്ങ് പോയപ്പോൾ ആ ദേശത്തുള്ള എല്ലാ യൂതന്മാരും അവിടെ ഒന്ന് കൂടി. അവിടെ വന്ന് കൂടിയവരൊക്കെയും അവിടെ നോക്കുന്നു 120 പേര് അവിടെ കിടന്നു മറിയുകയാ. ഞാൻ പറയട്ടെ, ശരിക്കും ആത്മാവിൽ നിറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് ചിരിക്കാത്ത സഭകളുണ്ട്. ജോക്ക് അവിടെ പറഞ്ഞുകൂടാ. ജോക്ക് പറഞ്ഞ ഭാഷന് ദേഷ്യമുണ്ടാകും. വളരെ വലിയ ട്രഡീഷനുള്ള ചർച്ചിൽ ഞാൻ പണ്ട് ഇരുന്നു എന്ന് പറഞ്ഞ ഒരു ചർച്ച, അവിടെയൊക്കെ ചിരിക്കാനില്ല. പക്ഷേ ആ സഭയുടെ ആദ്യ നാളുകളിൽ ആ സഭ ജനങ്ങൾ ഡാൻസ് കളിച്ചു, ആത്മാവിൽ ഡാൻസ് ആടിയിരിക്കുന്നു. ഇന്ന് ഡാൻസ് പോയി, അതുകൊണ്ട് പിശാചിന്റെ ഡാൻസ് കളിക്കുന്നു. ഈ നൂറ്റാണ്ടിന്റെ തുവക്കത്ത് ഈ കേരളത്തുണ്ടായ പെന്തേക്കോസ്ത് സഭകളിൽ ഡാൻസ് ഉണ്ടായിരുന്നു. അന്ന് ആത്മാവിൽ നിറഞ്ഞ് അവര് ഡാൻസ് ആടി. എവിടെ ഇരിക്കും അറിയാതെ ദൈവത്തിന്റെ ശക്തി അവിടെ മേൽ വന്ന് ഇറങ്ങി. ഇന്ന് അതില്ല, ഇന്ന് അവർക്കത് ഇഷ്ടവുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മ വന്നിറങ്ങിയ ഡാൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഹല്ലേലൂയ. അവിടെ നിൽക്കാനും പറ്റുകയില്ല. ശരീരം അങ്ങ് പൊങ്ങും, വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ പറയട്ടെ, ഒരു ക്രിക്കറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു 6 അടിച്ചാൽ എല്ലാവരും ഡാൻസ് ആടുന്നല്ലേ? എന്തൊരു സന്തോഷം അവർക്ക്, എന്തൊരു സന്തോഷം. അപ്പം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞാൽ എന്ത് സന്തോഷമുണ്ടാകും? പറഞ്ഞുകൂടാത്ത സന്തോഷം, ആർക്കും പറയാത്തൊരു സന്തോഷം അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അന്യഭാഷയുടെ കൃപയും. അന്ന് അവിടെ വന്നവരൊക്കെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യൂതരായിരുന്നു. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചവരായിരുന്നു. അവർക്ക് എബ്രായ ഭാഷ അറിയാമെങ്കിലും അവരുടെ ജന്മഭാഷ അതല്ല. ഇവിടെ ഈ 120 പേരും പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഇവർ അവരുടെ ഭാഷയിൽ സംസാരിച്ചു. ഈ ഭാഗമാണ് ഇന്ന് ലോകത്ത് ഡിനോമിനേഷൻ പീപ്പിളിന് വളരെ കുഴപ്പമുണ്ടാകുന്നത്. അന്ന് ഈ ഗലിലയ പുരുഷന്മാർക്കും ഈ സ്ത്രീകൾക്കും മറിയ ഉൾപ്പെടെ ഇവർ സംസാരിക്കുന്നു. എന്ത് ഭാഷയെല്ലാം സംസാരിച്ചു എന്ന് അവിടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. 16 ഭാഷകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ഭാഷകളൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് അത് അന്യഭാഷയാണ്. ഹല്ലേലൂയ. ഇവർക്ക് അന്യഭാഷയാണ്. ഇവരെന്ത് സംസാരിക്കുന്നു എന്ന് ഇവർക്കറിയില്ല. ഇവർ ദൈവത്തോട് സംസാരിച്ചു, ദൈവം ഇവരോട് സംസാരിച്ചു. പക്ഷെ കേൾക്കുന്നവർക്ക് അത് അന്യഭാഷയല്ല, അത് അവരുടെ ഭാഷ. ആ ഭാഷയിൽ കൂടി പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വങ്ങളെ, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. അവരതിനെ കേട്ടു. അപ്പോഴാണ് അവർക്ക് അത്ഭുതം തോന്നിയത്. ഇവരൊക്കെ ഗലീലയിലുള്ളവരല്ലേ? ഇവരൊക്കെ വലിയ പഠിത്തമില്ലാത്തവരല്ലേ? ഇവർ ഗലീലയിൽ നിന്നും പുറത്തു പോകാത്തവരല്ലേ? ഇവർക്ക് എങ്ങനെ നമ്മുടെ ജന്മഭാഷ അറിയാം? ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭാഷയ്ക്കെയും ഇവർ സംസാരിക്കുന്നല്ലോ. അപ്പോൾ ഇതിലെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ നോക്കി നിൽക്കുന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, സഹോദരന്മാരെ, ഇത് വീഞ്ഞു കുടിച്ചിട്ടുണ്ടായ കുഴപ്പമല്ല. ഇത് സ്വർഗത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോവേലിന്റെ പുസ്തകത്തിൽ ദൈവം പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം ഇന്ന് ഇവിടെ നിറഞ്ഞിരിക്കുന്നു, നടന്നിരിക്കുന്നു. അത് കണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഒരു വെറൈറ്റിയായ അന്യഭാഷ. ഈ അന്യഭാഷ ഇന്നും ലോകത്തിലുണ്ട്. ഞാൻ 1994 ഒരു ബുക്ക് വായിച്ചു, അബർനഹാം എക്സ്പീരിയൻസ് എന്ന്. ആ ബുക്ക് എൻ്റെ കയ്യിൽ വീണ്ടും കിട്ടിയില്ല. ഞാൻ വായിച്ചിട്ട്
കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. അതുപോലൊരു ബുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കർത്താവ് ആത്മാവിൽ നിറച്ച് അന്യഭാഷ കൊടുത്ത്, അദ്ദേഹത്തിനെ നിങ്ങൾക്ക് ടി വിയിലൊന്നും കാണാൻ പറ്റില്ല. ലോകത്ത് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അനേകർ ഇന്ന് ടി വിയിൽ ആർക്കും അറിയില്ല. ഈ മനുഷ്യൻ എന്താണ് ഗിഫ്റ്റ് എന്നറിയാമോ? അദ്ദേഹം ഓരോ ദിവസം 3 ദിവസത്തിന് മുകളിൽ ഒരു ദേശത്ത് അദ്ദേഹം ഇരിക്കില്ല. ഒരു ഭാഷയിൽ നിന്നും ഇന്നൊരു ഭാഷക്കാരിലേക്ക് കടന്നു പോകും. അദ്ദേഹം തീബത്തിലേക്ക് പോയപ്പോൾ തീബത്യ ഭാഷയിൽ സുവിശേഷം സംസാരിക്കുമെന്ന്, ചൈനയിൽ പോയപ്പോൾ ചൈന ഭാഷയിൽ സംസാരിക്കുന്നു, തുർക്കിയിൽ പോയപ്പോൾ അവിടെയുള്ള ഭാഷ, അമേരിക്കയിൽ പോകുമ്പോൾ അവിടെയുള്ള ഭാഷ, മെക്സിക്കോയിൽ പോകുമ്പോൾ അവിടെയുള്ള ഭാഷ, ഫ്രാൻസിൽ പോകുമ്പോൾ അവിടെയുള്ള ഭാഷ, തമിഴ്നാട്ടിൽ വരുമ്പോൾ ഇവിടെയുള്ള ഭാഷ, കേരളത്തിൽ വരുമ്പോൾ മലയാളം. ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ആ ജനങ്ങളുടെ ഭാഷയിൽ അദ്ദേഹം സുവിശേഷം സംസാരിക്കുന്നുവെന്ന്. ഇതിൽ കൂടി ലക്ഷക്കണക്കിന് ജനങ്ങൾ കർത്താവിൽ ഒന്നിരിക്കുന്നുവെന്ന് ആ ബുക്കിൽ ഞാൻ വായിച്ചു. ഇതാണ് ആദ്യം ശിഷ്യന്മാരുടെ മുകളിൽ 120 പേരുടെ മുകളിൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ. ഹല്ലേലൂയ. ഇന്നും അത് നടക്കുന്നു, ഇന്നും ലോകത്തിൽ നടക്കുന്നു. മദ്രാസിൽ ഒരു ചർച്ചിൽ ഒരു മീറ്റിംഗ് നടന്നു. ആ വഴിക്ക് ഒരു അറേബ്യയിലുള്ള ഒരു മുസ്ലിം സഹോദരി നടന്നു പോകുമായിരുന്നു. ആ സഭയിൽ ആരാധനയിൽ എല്ലാ ജനങ്ങളും അന്യഭാഷ സംസാരിച്ച് ദൈവാത്മാവിൽ നിറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി അകത്ത് വന്നു, ലാസ്റ്റ് സീറ്റിൽ ഇരുന്നു. അവിടെ ഒരു സ്കൂളിൽ പോകാത്ത ഒരു ഗ്രാമത്തിലുള്ള ഒരു സാധാരണമായ ഒരു സഹോദരി അറബിക്കില് അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവൾ അറബിക്കിൽ സംസാരിക്കുന്നത് നടന്നു പോകുന്ന അവൾ കേട്ടു. എടോ, നമ്മുടെ നാട്ടിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ കൊളോക്കിയൽ അറബിക് ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആരെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞാണ് അദ്ദേഹം അകത്ത് വന്നത്. അവൾ അവിടെ ഇരുന്നപ്പോൾ ഈ സഹോദരിയിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് അവളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളൊക്കെയും പറഞ്ഞു. അവൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു, അവൾ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു, യേശുവാണ് മസിഹ എന്ന് പറഞ്ഞു. ഇതൊക്കെയും പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്നു യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആരാധന കഴിഞ്ഞിട്ട് അവൾ വളരെ സന്തോഷത്തോട് വേഗം ആ സഹോദരിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, സഹോദരി നിങ്ങൾ അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവൾ എങ്ങനെ പറഞ്ഞു, അറേബ്യയിലോ? ഞാൻ ഈ സ്ഥലം വിട്ട് എവിടെയും പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ ഭാഷ സംസാരിച്ചു? ഇവൾ പറഞ്ഞു, ആണോ? ഇല്ല, ഞാൻ അന്യഭാഷ സംസാരിച്ചത്. അവൾ പറഞ്ഞു, ഇല്ല, അറബിക്കില് ഞങ്ങളുടെ നാട്ടിൽ സംസാരിക്കുന്ന കൊളോക്കിയൽ അറബിക്കിലാണ് നിങ്ങൾ സംസാരിച്ചത്. അവൾക്ക് അത്ഭുതം തോന്നി. ഇന്നും ദൈവം ഈ ഭാഷയിൽ കൂടി ക്രിയ നടപ്പിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു വയസ്സായ ഒരു പാസ്റ്ററുണ്ട്. സ്കൂളിൽ പോയിട്ടില്ല, ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. ഒരു ദിവസം ഒരു മരണ ആരാധനയിൽ ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിന്ന് അന്യഭാഷ സംസാരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഹീലിംഗ് പവർ ജീസസ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒത്തിരി വാക്കുകളൊക്കെ സംസാരിക്കുന്നു. അപ്പം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങൾ പണ്ട് സ്കൂളിൽ നല്ല ഡിഗ്രിയൊക്കെ പഠിച്ചു കാണുമല്ലേ? ഇംഗ്ലീഷ് സംസാരിച്ചല്ലോ. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു. ഇംഗ്ലീഷോ? ഞാനോ? അയ്യോ, ഞാൻ സ്കൂളിൽ പോലും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, 2 വാക്കിന് 1 വാക്ക് ഇംഗ്ലീഷാണ് സംസാരിച്ചത്. അയ്യോ, ആരെന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഇംഗ്ലീഷാണ് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞു, ഹീലിംഗ് പവർ ടച്ച് ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് അത് അന്യഭാഷയാ, എനിക്കറിയാവുന്ന ഭാഷയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്ത് ഒരു സഹോദരി, അദ്ദേഹത്തിന് അഭിഷേകം പ്രാപിക്കണം. ഭാഷ എടുക്കലൊന്ന്, പാസ്റ്ററെ, എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് അഭിഷേകം കിട്ടുന്നില്ല, ഭാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തല കൈവച്ചപ്പോൾ അവളിങ്ങനെ പറയുന്നു, അൻപേ രാജ, അൻപേ രാജ, അൻപേ രാജ, അൻപേ രാജ. അപ്പോൾ ഭാഷ പറഞ്ഞു, ഇതാ നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നുവല്ലോ. പറഞ്ഞു, അല്ല, ഞാൻ തമിഴിലാണ്, അൻപേ രാജ എന്ന് തമിഴിലാണ് എനിക്ക് വരുന്നത്. തമിഴ് നിനക്ക് അന്യഭാഷ, നീ സംസാരിച്ചുകൊണ്ടിര്, മറ്റു ഭാഷ വരുമെന്ന് പറഞ്ഞു. ഒരു മലയാളിക്ക്
തമിഴ് സംസാരിക്കാം, ഒരു കന്നഡക്കാരിക്ക് മലയാളം സംസാരിക്കാം. ഇതൊക്കെയും പരിശുദ്ധാത്മാവിൽ കൂടി ഉണ്ടാകുന്ന ഭാഷ. അത് അന്ന് തുടങ്ങിയത് യേശുവിൻ്റെ വരവ് വരെയിലും ഈ ലോകത്തിലുണ്ടായിരിക്കും. ഇത് ഒരു പ്രത്യേകിച്ച ഗിഫ്റ്റാകുന്നു. ഇത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാകുന്നു. ഈ ലോകത്തിൻ്റെ 2000 വർഷ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിക്കുവാൻ കഴിയാതെ നിന്നപ്പോഴൊക്കെ അവർ വാതർന്ന് അന്യഭാഷ സംസാരിച്ചപ്പോൾ ആ ജനങ്ങളുടെ ഭാഷയിൽ ഇവർ സംസാരിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങളെ ദൈവത്തിൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ ലേഖനം 14 പൗലോസ് പറയുമ്പോൾ അന്യഭാഷ വിശ്വാസികൾക്കല്ല, ആർക്ക്? അവിശ്വാസികൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അന്ന് അവർ സംസാരിച്ചതുപോലെ ജീവിതകാലം മുഴുവനും സംസാരിച്ചിരുന്നത് ബൈബിൾ പറയുന്നില്ല. അതിനുശേഷം അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവർക്ക് അറിയുന്ന ഭാഷയായിരുന്നില്ല, അറിയാത്ത ഭാഷയായിരുന്നു. അത് കണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അന്യഭാഷ സംസാരിക്കുമ്പോൾ മറ്റുള്ളവൻ അതിനെ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് പറയുന്ന അതൊരു ഭാഷയായിരുന്നാൽ മറ്റുള്ളവർ എപ്പോഴും മനസ്സിലാക്കാമെങ്കിൽ അതിന് വ്യാഖ്യാനിക്കേണ്ടതിന്, ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതിന് ഒരാളിന് ആവശ്യമില്ല. അത് എപ്പോഴും അങ്ങനെ വരാറില്ല. അങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ ദൈവം അതിനെ അങ്ങനെ കൊണ്ടുവരും. ഈ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അന്ന് 3000 പേർ അവിടെ രക്ഷിക്കപ്പെട്ടു. സിനായിൽ മലയിൽ വെച്ച് ന്യായപ്രമാണം മോശയ്ക്ക് ദൂതന്മാർ മുഖാന്തരം ദൈവം കൊടുക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടായോ ആ സംഭവങ്ങളൊക്കെയും ഇവിടെ ഉണ്ടായി. പെന്തേക്കോസ്ത് നാളിൽ അവിടെ ഭയങ്കര തീയും പുകയും ഭയങ്കര നിലനടുക്കവും ഉണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് ജനങ്ങൾ പേടിച്ച് വിറച്ച് അവിടെ നിന്നു. അതുപോലെ ഒരു ഭയങ്കരം ആ മലയിൽ ഉണ്ടായിരുന്നു. അതിൽ കൂടിയാകുന്നു ദൈവം ന്യായപ്രമാണമായ ദൈവത്തിന്റെ വചനം മോശ മുഖാന്തരം ജനങ്ങൾ കൊടുത്തത്. പക്ഷെ ഇവിടെ ഈ മാളിക മുറിയിൽ ജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും ആ അനുഗ്രഹവും പ്രാപിക്കുമ്പോൾ ഇവർ പേടിച്ച് വിറച്ചു നിന്നല്ല, ഇവർ വളരെ സന്തോഷത്തോടുകൂടെ അതിനെ സ്വീകരിച്ചെടുത്തു. അതാണ് പുതിയ നിയമത്തിൽ ദൈവം കൊടുത്തത് പഴയ നിയമത്തിൽ കൊടുത്തതുപോലെയല്ല. നമ്മുടെ സന്തോഷത്തിനാണ് അവൻ തരുന്നത്, നമുക്ക് ഭയപ്പെടേണ്ടതിനല്ല. ഹല്ലേലൂയ. അന്ന് അത് കഴിഞ്ഞിട്ട് 3000 പേർ മരിച്ചു, പാപം ചെയ്ത് 3000 പേർ മരിച്ചു. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് 3000 പേർ കർത്താവിലേക്ക് വന്നു പരിശുദ്ധാത്മാവിൽ കൂടി. ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ഒക്കെ മാറ്റിച്ച് ഞാൻ വന്ന് എൻ്റെ ചർച്ചിൽ ഇങ്ങനെ ടേബിളുടെ ഇപ്പുറത്ത് ഒരു പരമ്പിട്ട് അതിൽ ഞാൻ മുട്ടുകുത്തി മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5:45 ഇതുപോലെ വലിയ ഹാലാണ്, ഡോർ തുറന്നിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആരോ ഡോറിൽ കൂടി അകത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വെള്ള ഡ്രസ്സിട്ട് നീളമുടിയുമായിട്ട് യൗവനക്കാരനായി യേശു അങ്ങനെ നടന്നു വരുന്നു. നേരെ വന്ന് എൻ്റെ മുമ്പേ പരമ്പിൽ അങ്ങനെ ഇരുന്നിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുക്കെന്ന് പറഞ്ഞു. ഞാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്തു. ആ പുസ്തകത്തിൽ സ്ത്രീയെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒരു ആൺകുഞ്ഞ്, ഒരു മേൽ ചൈൽഡ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ കുറിച്ചും അവിടെ ഇരിക്കുന്നു. ഇത് ഞാൻ CPM വിശ്വാസിയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പ്രസംഗിച്ച പ്രസംഗം ഞാൻ അതങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു, നീ പ്രസംഗിക്കുന്നതല്ല യഥാർത്ഥം ഇതാണ് എന്ന് ഉൽപ്പത്തി മുതൽ വിവിധമായ വേദഭാഗങ്ങളിൽ ഇരിക്കുന്ന വചനങ്ങളൊക്കെ എടുത്തെടുത്തു. ഞാൻ പറയട്ടെ, എൻ്റെ അകത്തിരുന്ന് ഒരു വാട്ടർഫാൾസ് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അങ്ങനെ വ്യാപരിച്ചതിന് നിറയ്ക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് ലോകം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സഭകളിലും സ്ഥാപനങ്ങളിലും അകത്തിരുന്ന് ഒന്ന് മുറുകി പിടിച്ച് അകത്തിരിക്കാൻ പറ്റാതെ എന്തോ ഒന്ന് ദൈവം നമുക്കായി വച്ചിരിക്കുന്നു, അത് കിട്ടുന്നില്ല, അതിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹത്തോട്
വളരെ ആഗ്രഹത്തോട് യേശുവിൻ ജീവിച്ചിരുന്നത് പോലെ, യേശു നടപ്പിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിൽ നടപ്പിക്കണം. അതിനെ കാണണം. ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെ അത്ഭുത ശക്തി സഭകളിൽ വ്യാപരിക്കണം. ജനങ്ങൾ ഇളകി മറിയുന്ന ഒരു ഉണർവിന്റെ കാറ്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് സഭകളിൽ പൊങ്ങി വരുന്നതിനെ നമ്മൾ കാണുന്നു.